ആണ്ട് കിടക്കുന്നു. ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് എന്തിനെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്. സർക്കാർ എന്തു മറുപടി പറയുമെന്നുള്ളതൊരു ആകാംക്ഷയായിരുന്നു. ആഗോള അയ്യപ്പ സംഗമം ദേവസ്വം ബോർഡിൻ്റെ ഭാഗമായിട്ടാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ചാണ് എങ്കിൽ എന്തിനാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത്? അയ്യപ്പൻ മാത്രമാണോ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളത് എന്നുള്ളൊരു പ്രസക്തമായ ചോദ്യമാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്താണ് മറുപടി പറയുക? ഇനിയിപ്പം എന്താണ് അക്കാര്യത്തിൽ സംഭവിക്കുക? ഏതായാലും വിഷയം വളരെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളിലേക്കും രാഷ്ട്രീയ ചർച്ചകളിലേക്കുമൊക്കെ വഴിമാറിയിരിക്കുന്നു. എന്താണ് സംഭവിക്കുമെന്ന് കണ്ടറിയാം. അയ്യപ്പൻ കൂടെ നിൽക്കുമോ അതോ അയ്യപ്പൻ ചതിക്കുമോ എന്നൊക്കെ ഇനി കണ്ടറിയേണ്ടതുണ്ട്. അയ്യപ്പ ശാപം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ആർക്കാണ് അയ്യപ്പ ശാപം ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ അറിയേണ്ടത്. കാരണം എന്താ അല്ലേ, വിചാരിച്ച പോലെയൊന്നും അല്ല കാര്യങ്ങൾ. തുടങ്ങിയപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു സർക്കാർ. എന്തായാലും സർക്കാരിൻ്റെ ആ ഒരു തീരുമാനവും ഒപ്പം ദേവസ്വം ബോർഡിൻ്റെ തീരുമാനവും എല്ലാം കൂടി ഇപ്പോൾ കുഴഞ്ഞു മറിഞ്ഞ് മന്ത്രിമാരുടെ നിലപാട് മാറ്റവും മുൻകാലങ്ങളിൽ CPM സ്വീകരിച്ച നടപടികളുമൊക്കെ തിരിഞ്ഞു മറിഞ്ഞ് കുഴഞ്ഞു മറിഞ്ഞ് ഇപ്പോൾ ആകെ ഒരു അവിയൽ പരുവായി. ഇനിയിപ്പോൾ ഇതെങ്ങനെ കുടുക്കിൽ നിന്ന് ഇനി ഊരുമെന്നുള്ളതായിരിക്കും അടുത്ത പ്രശ്നം. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. വരുന്ന ദിവസങ്ങളിലെ രാഷ്ട്രീയ ചർച്ചകൾ എവിടം വരെ പോകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.